إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലെ തെക്ക് കിഴക്ക് ഭാഗത്ത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു താഴ്വരയുണ്ട്. അറബിയിൽ വാദി എന്ന് പറയും. ആ താഴ്വരയുടെ പേരാണ് അറഫ എന്ന്. നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം കേൾക്കുകയും നിരന്തരമായി മുസ്ലിമീങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പദം. ലോകത്ത് ഒരേ സമയം കൂടുതൽ മനുഷ്യർ, അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ സമയത്ത് സംഗമിക്കുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് അറഫ എന്ന് പറയുന്നത്. അറഫക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സത്യത്തിൽ ആ താഴ്വര മാനവികതയുടെ വിളംബര ഭൂമിയാണ്. ലോകത്ത് ഒരിടത്തും കാണാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ടായത് ആ ഭൂമിയിൽ വെച്ച്. ഹജ്ജിന്റെ അവസരത്തിൽ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് എത്തിച്ചേർന്ന മുസ്ലിമീങ്ങളുടെ ലക്ഷക്കണക്കായ പ്രതിനിധികൾ ആ വിശാലമായ മൈതാനത്ത് ഒരുമിച്ചു ചേരുകയാണ്. പണ്ഡിതന്മാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ സാധാരണക്കാരുണ്ട്, പണക്കാരുണ്ട്, പണിക്കാരുണ്ട്, ഭരണാധികാരികളുണ്ട്, ഭരണീയരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. പക്ഷേ അവരുടെ നാടുകളിലുണ്ടായിരുന്ന ഒരു ഐഡന്റിറ്റിയും അവിടെ വെളിപ്പെടുന്നില്ല. ഒരേ വസ്ത്രം, ഒരേ മന്ത്രം, ഒരൊറ്റ ലക്ഷ്യം. ലോകത്തിന്റെ സ്രഷ്ടാവിനെ മാത്രം വിളിക്കുന്നു, അവനിലേക്ക് മാത്രം കൈ ഉയർത്തുന്നു. അവിടെ ഒരേ ഒരു ഐഡന്റിറ്റി മാത്രമാണുള്ളത്, മനുഷ്യർ എന്ന ഐഡന്റിറ്റി. അതല്ലാതെ ഭരണാധികാരിയോ ഭരണീയരോ പാവപ്പെട്ടവരോ ഒന്നും അവിടെ യാതൊരു വ്യത്യാസവുമില്ല. ഈ അറഫ ലോകത്തിന് നൽകുന്ന ധാരാളം സന്ദേശങ്ങളുണ്ട്, ധാരാളം പ്രത്യേകതകളുണ്ട്. അതാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ വിശ്വാസികളെ
നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഓരോ വർഷവും മഹനീയമായ അറഫയുമായി ബന്ധപ്പെട്ട ചരിത്ര സ്മരണകളും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും ലോകത്ത് വരുമ്പോൾ വിശ്വാസികൾ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അറഫ ലോകത്തോട് നടത്തുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ വിളംബരം എന്താണെന്ന് ലോകം അറിയുക തന്നെ വേണം. എങ്ങനെയാണ് ആ മനോഹരമായ താഴ്വരയ്ക്ക് അറഫ എന്ന പേര് കിട്ടിയത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ വിഷയത്തിൽ ധാരാളക്കണക്കിന് അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കടന്നു വന്ന മുസ്ലിമീങ്ങൾ അറഫ എന്ന താഴ്വരയിൽ വെച്ച് പരസ്പരം അറിയുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ യതആറഫൂന എന്നാണ്. അതിൽ നിന്നാണത്രേ അറഫ എന്ന വിളിയുണ്ടായത്. മനുഷ്യർ അറിയുന്നു, പരസ്പരം അടുത്തറിയുന്നു, പരിചയപ്പെടുന്നു. ഇതൊരഭിപ്രായമാണ്. മറ്റൊരഭിപ്രായം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വരികയാണ്. അങ്ങനെ ഹറമിന്റെ പരിസരങ്ങളിലുള്ള മുസ്ദലിഫയും മിനയും അറഫയും അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം കൊണ്ടുപോയി ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത് അവസാനം അറഫയിലെത്തുകയാണ്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിക്കും, അറഫ്തഹ, നിനക്കിപ്പോൾ മനസ്സിലായോ? അറബിയിൽ അറഫ്ത എന്ന് ചോദിച്ചാൽ മനസ്സിലായോ എന്നാണ്. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം കൊടുത്ത മറുപടി അറഫ്തു, ഞാൻ മനസ്സിലാക്കി എന്നതാണ്. അപ്പോൾ അവിടെ വെച്ചാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് എന്ന അർത്ഥത്തിലാണ് അറഫ എന്ന പേര് കിട്ടിയത് എന്നും മറ്റൊരഭിപ്രായം. വേറൊരഭിപ്രായമുള്ളത്, മഹാനായ മനുഷ്യരുടെ എല്ലാം പിതാവായ ആദം അലൈഹിസ്സലാമിനെയും അവിടുത്തെ പത്നിയായ ഹവ്വ അലൈഹിസ്സലാമിനെയും ഭൂമിയിലേക്ക് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനെ അവര് ഭൂമിയിലെത്തിയപ്പോൾ ആദ്യമായി പരസ്പരം കണ്ടുമുട്ടുകയും മനസ്സിലാക്കുകയും ചെയ്തത് അറഫ എന്ന ഈ മനോഹരമായ താഴ്വരയിൽ വെച്ചായിരുന്നു എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ അവർ പരസ്പരം അറിഞ്ഞ സ്ഥലം എന്ന നിലക്കാണ് ആ പ്രദേശത്തെ അറഫ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. എന്തിനാണ് ഞാനിതൊക്കെ പറഞ്ഞത്? എങ്ങനെയാണ് ആ പേര് വന്നത് എന്ന ഒരു കേവല ധാരണ നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഏതഭിപ്രായമാണ് അതിൽ ബലമായ അഭിപ്രായം എന്നൊന്നും പറയാൻ സാധ്യമല്ല, പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയാണ്. പക്ഷെ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറഫ എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മമാണ് വുഖൂഫ് അറഫ. അറഫയിൽ നിൽക്കാതെ ഒരാൾ ഹജ്ജിൽ നിന്ന് വിരമിച്ചാൽ, അതല്ലെങ്കിൽ ഒരു ഹാജി മടങ്ങുകയാണെങ്കിൽ അവന് ഹജ്ജില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായത് അറഫയാണ്. فمن أدرك ليلة عرفة قبل طلوع الفجر فقد تم حجه. അതായത് ഒരാൾ നേരം പുലരുന്നതിന് മുമ്പ് അറഫയിൽ നിൽക്കാതെ അവൻ മടങ്ങുകയാണെങ്കിൽ ഹജ്ജ് പൂർണ്ണമല്ല. അങ്ങനെ അറഫയിൽ നിന്നെങ്കിൽ മാത്രമാണ് അവന്റെ ഹജ്ജ് പൂർണ്ണമാകുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അറഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിവസം അറഫ ദിനമാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, ഫലമ്മറ യൗമൻ അക്തറ അതീഖൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തിലല്ലാതെ ഏറ്റവും കൂടുതൽ റബ്ബ് അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമെന്ന്, ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്ത്യനാളിലല്ലേ മനുഷ്യര് നരകത്തിലും സ്വർഗത്തിലൊക്കെ പ്രവേശിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് മോചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക്, നരകത്തിന്റെ ലിസ്റ്റിൽപ്പെട്ടവർ സ്വർഗത്തിന്റെ ലിസ്റ്റിലേക്ക് കയറിക്കൂടുന്നത്, അതെ, ഇന്നാലിന്ന അടിമകൾ
അവരൊക്കെ നരകാവകാശികളായിരുന്നു, അവരിനി സ്വർഗത്തിന്റെ ആളുകളാണെന്ന് റബ്ബ് തീരുമാനിക്കുകയും അവരുടെ കാര്യത്തിൽ ഓർഡർ കൊടുക്കുകയും ചെയ്യുന്ന ദിനം അറഫ ദിനമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ദാസന്മാർ അവിടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് റബ്ബിലേക്ക് കൈമലർത്തുമ്പോൾ തന്റെ മലക്കുകളോട് ഭൂമിയിൽ തന്നെ വിളിച്ചുകൊണ്ട് തന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് എത്തിയ അടിമകളെ കുറിച്ച് അള്ളാഹു പെരുമ പറയുകയും അവരെ കുറിച്ച് പ്രശംസിച്ചു പറയുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിനമാണ് അറഫാ ദിനം. ഇതൊക്കെ വരാൻ പോകുന്ന അറഫയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനോടനുബന്ധമായി നോമ്പുണ്ട്, അല്ലേ? അതിനോടനുബന്ധമായി നോമ്പുണ്ട്. ആ നോമ്പ് നമുക്ക് വരുന്നത് ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 9-നാണ്. അറഫയുമായി ബന്ധപ്പെട്ട നോമ്പ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ആ വിഷയത്തിൽ ഇനി ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകേണ്ടതില്ല. ലോകത്തൊക്കെ സമയക്രമത്തിൽ മാറ്റമുണ്ട് എന്ന് നമുക്കറിയാലോ. മക്കത്ത് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഈ തൃശ്ശൂരിൽ എന്താണെങ്കിലും നമസ്കരിക്കാൻ കഴിയില്ല. അമേരിക്കയിൽ ഇബാദത്ത് എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നമുക്ക് എന്താണെങ്കിലും ഇബാദത്ത് എടുക്കാൻ കഴിയില്ല. അപ്പൊ ഓരോരുത്തർക്കും വരുന്ന തൗഖീത്ത്, സമയം, ആ ഇഖ്തിലാഫു സമനിയുണ്ട്, സമയത്തിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ദുൽഹിജ്ജ 9 എത്തുമ്പോഴാണ് നമ്മൾ അറഫാ ദിനവുമായി ബന്ധപ്പെട്ട നോമ്പ് നമ്മൾ എടുക്കേണ്ടത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന മറ്റൊരു വർഷത്തെയും 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായി തീരുന്ന ഏറ്റവും മഹനീയമായ ഒരു നോമ്പാണത്. അതുകൊണ്ട് ബുധനാഴ്ച ദിവസം നമ്മൾ ആ നോമ്പെടുക്കുക, അതിന്റെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുക. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വിശ്വാസികളെ, അറഫ എന്ന് പറയുമ്പോ നമ്മൾ ഓർക്കേണ്ട ചരിത്ര പ്രാധാന്യമുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം, എല്ലാം ഞാൻ ചുരുക്കി പറയുകയാണ്, അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹു നമുക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മതമില്ലേ, അത് പൂർത്തീകരിക്കപ്പെട്ടത് ഒരു അറഫ ദിനമായിരുന്നു. ഓരോ വർഷവും അറഫ വരുമ്പോ അത് നമ്മൾ എങ്ങനെയാണ് ഓർക്കാതിരിക്കുക? ഈ മതത്തിലേക്ക് ഇനി നമ്മൾ ആർക്കും, ഒരാൾക്കും, ഒരു പണ്ഡിതനോ പുരോഹിതനോ സാധാരണക്കാർക്കോ ആർക്കും തന്നെ ഈ ദീനിന്റെ പേരിൽ ഒരു കർമ്മം ഇതിലേക്ക് ഇനി കടത്തിക്കൂട്ടാൻ സാധ്യമല്ലാത്ത വിധം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അറഫാ ദിനത്തിൽ അള്ളാഹുവിന്റെ ഈ ദീന് പൂർത്തീകരിക്കുകയായിരുന്നു. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച വചനം അതാണ്, സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമാണ്. ഖലീഫയുടെ കാലഘട്ടത്തിൽ ഒരു ജൂതനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ വന്നിട്ട് അമീറുൽ മുഅ്മിനീനോട് പറയാൻ, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, എന്താ പറയുന്നത്? യാ അമീറുൽ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങളുടെ ഭരണാധികാരി, ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ ലൗ അലൈനാ മഅ്ശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങൾ നിങ്ങളുടെ കിതാബിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്തില്ലേ, അതെങ്ങാനും ഞങ്ങൾക്കായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നതെങ്കിൽ ആ അവതരിച്ച ദിനം ഞങ്ങൾ ഒരു ആഘോഷ ദിനമാക്കി ആചരിക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ വന്ന് പറയാണ്. അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, അയ്യു ആയത്തിൻ, ഏതായത്താണത്, നിങ്ങൾ ഉദ്ദേശിച്ചത് ഏതായത്താണ്? അപ്പോൾ ആ ജൂതൻ ഓതി കൊടുക്കുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. എന്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന ആയത്ത് അവതരിച്ച ദിവസം ഞങ്ങൾക്കായിരുന്നെങ്കിൽ അന്ന് ആഘോഷം സംഘടിപ്പിക്കുമായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ മഹാനവറുകൾ പറഞ്ഞതെന്നറിയോ? ഖദ് അറഫ്നാ ദാലികൽ യൗമ, അന്നത്തെ ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. والمكان الذي نزلت فيه على النبي صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അത് എവിടെ വെച്ചാണ് അവതരിച്ചത് എന്ന സ്ഥലവും ഞങ്ങൾക്കറിയാം. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വഹുവ ഖായിമുൻ ബിഅറഫ യൗമ ജുമുഅത്തിൻ, ഒരു വെള്ളിയാഴ്ച ദിവസം അറഫയിൽ നിന്ന് അവിടുന്ന് പ്രസംഗിക്കുന്ന നേരമാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും.
അപ്പൊ മതം പൂർത്തീകരിച്ച ദിവസമാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫയിൽ നിൽക്കൽ അത് ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട, ചരിത്രപരമായി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിളംബരം നടത്തിയ, പ്രസംഗം നടത്തിയ ദിവസമായിരുന്നു അത്. മനുഷ്യാവകാശ പ്രഖ്യാപനം. അള്ളാഹുവിന്റെ പ്രവാചകൻ വലിയ ഒരു പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ്. അവിടുന്ന് പ്രസംഗം ആരംഭിക്കുകയാണ്. എങ്ങനെയുള്ള പ്രസംഗമായിരുന്നു അത് എന്നോ? 10-23 കൊല്ലം അവിടുന്ന് ദഅവത്ത് നടത്തിയ മൊത്തം ആ പ്രബോധനത്തിന്റെ ഒരു രത്ന ചുരുക്കമാണ് അവിടുത്തെ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളിലൂടെ ലോകത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്നത്. അവിടുന്ന് ആരംഭിച്ചത് തന്നെ എങ്ങനെയാണെന്നറിയോ? വല്ലാത്തൊരു അവസ്ഥയാണ്. എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്നറിയോ? ഞാൻ നിങ്ങളിൽ നിന്ന് വിട ചോദിക്കുന്നു, ഞാൻ ഇനി അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്ന മെസ്സേജ് കൊടുത്തിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ലക്ഷക്കണക്കിനായ തന്റെ സഹാബത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അറഫ പ്രസംഗം ആരംഭിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫി ഹാദൽ മൗഖിഫി അബദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ജനങ്ങളെ, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണമേ. എനിക്കറിയില്ല, ഒരുപക്ഷെ അടുത്ത വർഷം ഈ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ കേൾക്കാനോ നിങ്ങളോട് പറയാനോ നിങ്ങളുടെ കൂടെയോ ഈ ഒരു പ്രവാചകൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ എനിക്ക് സാധ്യമല്ല. ഇത് കേട്ടതോടുകൂടെ ലക്ഷക്കണക്കായ അനുചരന്മാർ തങ്ങളുടെ ജീവന്റെ ജീവനായ മുത്തു നേതാവ് 10-23 കൊല്ലം അവരുടെ കൂടെ, അവരുടെ എല്ലാ ചലനങ്ങളിലും അവർക്ക് ഉപദേശവും നിർദ്ദേശവും നൽകി അവരെ വളർത്തിയെടുത്ത, അവരെ ജീവനേക്കാൾ അവരെ സ്നേഹിച്ച പൊന്നാര മുത്തു നേതാവ് ഞങ്ങളോട് വിട ചോദിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴാൻ തുടങ്ങി. അവരെല്ലാവരും സംസാരം നിർത്തി, അവരുടെ ചലനങ്ങൾ നിർത്തി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ അവർ കാതോർത്തിരിക്കുന്ന ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗം. അതൊന്നും നമുക്ക് ഈ വാക്കുകളിലൂടെ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയൂല. ഒന്ന് ആലോചിച്ചു നോക്കൂ, മടങ്ങൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ്. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് മനോഹരമായ അറഫാ താഴ്വരയുടെ വിശാലമായ ആ താഴ്വരയിൽ അള്ളാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും ഒരുമിച്ച് കൂടി ഇനി ഞാൻ അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഇല്ലെന്ന പ്രഖ്യാപനത്തോടെ അവിടുന്ന് ആരംഭിക്കുന്ന ആ മനുഷ്യാവകാശത്തെ കുറിച്ച്, ആ മനുഷ്യന്റെ സമത്വത്തെ കുറിച്ചുള്ള പ്രഖ്യാപനത്തെ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസികളെ. വല്ലാത്തൊരു രംഗമായിരുന്നു അത്, വല്ലാത്ത രംഗമായിരുന്നു. എന്നിട്ട് ഒന്ന് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ അഭിമാനത്തെ കുറിച്ച് പ്രസംഗം ആരംഭിക്കുകയാണ്. فإن دماءكم وأموالكم وأعراضكم حرام عليكم كحرمة يومكم هذا في شهركم هذا في بلدكم هذا إلى يوم تلقون ربكم هل بلغت. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ധനം, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. ഇന്നത്തെ ഈ ദിനം പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, മക്ക എന്ന ഈ പവിത്ര നാടിന്റെ പവിത്രത പോലെ അന്ത്യനാൾ വരെ ആ പവിത്രത അവിടെ നിലനിൽക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മനുഷ്യരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ലോകത്തെ എവിടെയും കാണാൻ കഴിയില്ല. ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ഈ ഒരു സംസാരത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. സഹോദരങ്ങളെ, വിശ്വാസികളെ, ആലോചിച്ച് നോക്ക്. മനുഷ്യന്റെ അഭിമാനമാണ് അവന് ആത്മബോധം നൽകുന്നത്. അഭിമാനമാണ് മനുഷ്യന്റെ കഴിവും അവന്റേതായ പ്രത്യേകതകളും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ കുതിക്കാൻ അവന് പ്രേരണ നൽകുന്നത് ആത്മാഭിമാനമുള്ളവരാണ്. ആത്മാഭിമാനമുള്ളവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. ലോകത്ത് കാണുന്ന അരുതായ്മകൾക്കെതിരെ കണ്ണടക്കാൻ കഴിയില്ല. തോന്നിവാസങ്ങൾക്കെതിരെ മൗനം ദീക്ഷിക്കാൻ കഴിയില്ല. ആത്മാഭിമാനമുള്ളവർ മാത്രമേ ലോകത്ത് ഉയർച്ചയിലേക്ക് എത്തൂ എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുക എന്നത് ആത്മാഭിമാനമുള്ള ഒരാൾക്കും സഹിക്കാനും കഴിയില്ല. അപമാനം ലോകത്തുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ? അവഗണനയും അതേപോലെ തന്നെ അപമാനവും ഒക്കെ മനുഷ്യന്റെ മനസ്സിലേൽപ്പിക്കുന്ന മുറിവിന്റെ ആഴവും വേദനയും എനിക്കും നിങ്ങൾക്കും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. നമ്മളൊന്ന് അവഗണിക്കപ്പെട്ടു നോക്കണം ഏതെങ്കിലും ഒരു മേഖലയിൽ. നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടാക്കുന്ന മുറിവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യനെയും അപമാനിക്കരുത് എന്ന്. മാത്രമല്ല, അപമാനം പലപ്പോഴും അത് വൈരാഗ്യത്തിലേക്ക് നീങ്ങും.
അപമാനം ഒരാൾക്ക് ഏറ്റ അപമാനത്തിന്റെ ഭാരമായി, അപമാനത്തിന്റെ കാരണമായി ആ മനുഷ്യൻ ഒരു വൈരാഗ്യം, ചില ആളുകളോട് വൈരാഗ്യമുള്ളവനായി മാറും. അതിനത് പ്രശ്നമുണ്ടാവും. എത്ര സൈക്കോളജിക്കലായ പ്രവാചകന്റെ നിർദ്ദേശങ്ങളാണ്. അഭിമാനം പ്രധാനമാണ്. മാത്രമല്ല ബന്ധങ്ങൾ തകരും. അപമാനിക്കപ്പെട്ടാൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അപമാനിക്കപ്പെട്ടാൽ ബന്ധങ്ങൾ തകരും. സമൂഹത്തിൽ അപമാനിക്കപ്പെട്ടാൽ ബന്ധങ്ങൾ തകരും. നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയിൽ നമ്മൾ അപമാനിക്കപ്പെട്ടാൽ, അവഗണിക്കപ്പെട്ടാൽ ആ ബന്ധം തകരും. നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിൽ നമ്മൾ അപമാനിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തോ ആ ബന്ധങ്ങളെല്ലാം അറ്റുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള കണ്ണി ചേർക്കുന്നതും അവരുടെ ഊഷ്മളമായ ബന്ധം നിലനിൽക്കുന്നതും പരസ്പരം റെസ്പെക്ട് ചെയ്യുമ്പോഴും അഭിമാനം നിലനിർത്തുമ്പോഴും മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് ആദരിക്കുമ്പോഴുമാണ്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായ ഒരു വേർഡാണ് അൽ ഇഹ്തിറാം. ഇഹ്തിറാം എന്ന് പറഞ്ഞാൽ പരസ്പരം റെസ്പെക്ട് ചെയ്യുക. ഓരോരുത്തരുടെയും അഭിമാനത്തെ നമ്മൾ അംഗീകരിക്കുക. ഒരാളുടെയും മനസ്സിനെ മുറിവേൽപ്പിക്കാതിരിക്കുക. കാണുന്ന കഅബയേക്കാൾ പവിത്രമാണ് മുസ്ലിമിന്റെ അഭിമാനമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവിടുന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ബ്ലഡ് ജീവന്റെ വിലയാണ് അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. ജീവൻ ഇസ്ലാമിൽ വലിയ വിലയുണ്ട് അല്ലേ? അടിമകളെയും കറുത്ത വംശജരെയും സ്ത്രീകളെയും ഒക്കെ കേവലം ഉപകരണങ്ങളാക്കി മാത്രം മാറ്റി അവരുടെ ഒന്നും ജീവന് ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത ഒരു കാലം, വിനോദത്തിന് വേണ്ടി അതല്ലെങ്കിൽ പരസ്പരമുള്ള തങ്ങളുടേതായ വൈരത്തിന് വേണ്ടി മനുഷ്യരെ കൊന്നുതള്ളിയിരുന്ന ഒരു ഇരുണ്ട യുഗം. അറേബ്യൻ മരുഭൂമിയിൽ എത്ര ചെറിയ പിഞ്ചു പൈതങ്ങളായ പെൺകുട്ടികളുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടത്. ഇങ്ങനെ നിസാര കാരണങ്ങൾക്ക് വേണ്ടി യുഗങ്ങളോളം യുദ്ധം ചെയ്ത് രക്തരൂക്ഷിതമായ പോരാട്ടം നടത്തിയിരുന്ന ഒരു ജനതയോട് പറയുന്നത് അരുത്. നിങ്ങളുടെ ബ്ലഡ് പവിത്രമാണ്, നിങ്ങളുടെ ജീവൻ പവിത്രമാണ്. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ പിന്നീട് ലോകം പിന്നെയും ഒരുപാട് സഞ്ചരിച്ചു. ഇപ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത് അല്ലേ? നാം ജീവിക്കുന്ന കൊച്ചു കേരളത്തിൽ വരെ നിങ്ങളൊന്ന് ന്യൂസ് കണ്ടു നോക്ക്. ഒരു ദിവസത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെത്രയാണ്? കുടുംബ വഴക്കിന്റെ പേരിൽ, മറ്റുള്ള നിസാര പ്രശ്നങ്ങളുടെ പേരിൽ അല്ലേ എത്ര മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്? ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ വില ലോകം പിന്നീട് സഞ്ചരിച്ചപ്പോൾ അത് നമ്മൾ കണ്ടല്ലോ അല്ലേ? ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒക്കെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം എത്രയാണ്? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് നിങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധം 90 ലക്ഷത്തിലധികം സോൾജിയേഴ്സ്, പോരാളികൾ, അതേപോലെ 70 ലക്ഷത്തിലധികം സാധാരണ മനുഷ്യരെയാണ് ലോകത്ത് കൊന്നുതള്ളിയത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ പാടില്ല. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം വന്നു അല്ലേ? 72 ദശലക്ഷം പേരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകത്ത് കൊല്ലപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. പറയാൻ എത്ര ഗൗരവമാണ് ഇസ്ലാമിന്റെ ഓരോ മെസ്സേജും. നിങ്ങൾ നോക്കൂ, അവിടുന്ന് തുടർന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അലാ വ ഇന്ന കുല്ല ശൈഇൻ മിൻ അംരിൽ ജാഹിലിയത്തി തഹ്ത ഖദമയ്യ മൗദൂഉ. ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാ വൃത്തികേടുകളും എന്റെ കാലിന്റെ താഴെ ഞാൻ ഇതാ കുഴിച്ചു മൂടിയിരിക്കുന്നു. എന്തൊക്കെ അശ്ലീലതകളാ, എന്തൊക്കെ വൃത്തികേടുകളാണ് അല്ലേ? ആഭാസങ്ങള്, വൃത്തികേടുകള്, അന്ധവിശ്വാസങ്ങള്, ദുരാചാരങ്ങള്, അതേപോലെ തന്നെ കൂട്ടിക്കൊടുപ്പുകള്, അക്രമങ്ങൾ, അനീതികൾ, കൊള്ള, പലിശ, വ്യഭിചാരം, ലഹരി, രക്തച്ചൊരിച്ചിലുകൾ, ശിർക്ക്, കുഫ്ർ തുടങ്ങി ഒട്ടനവധി ദുഷിച്ച സമ്പ്രദായങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി പറയാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഈ സമ്പ്രദായങ്ങളെ മുഴുവനും ഇതാ അറഫയുടെ ഈ മണ്ണിൽ ഞാൻ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന്. തുടർന്ന് അവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അതെന്താണെന്നറിയോ? ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന രക്തച്ചൊരിച്ചിലുകളുടെ പേരിലുള്ള പകരം ചോദിക്കലുണ്ടല്ലോ, അത് ഇനി ഉണ്ടാകാൻ പാടില്ല. അത് ഞാൻ ഇവിടെ നിർവീര്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായി ഞാൻ ആ പകരം ചോദിക്കലും പകയും ഒക്കെ നിർവീര്യമാക്കുന്നത് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്.
റബീഅത്തിന്റെ രക്തത്തിന് ഇനി പകരം ചോദിക്കുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മാത്രമല്ല വരിബൽ ജാഹിലിയത്തി മൗദൂഉൻ, ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പലിശ സമ്പ്രദായം, വഅവ്വലു റിബൻ അളഉ മിൻ റിബാന റിബൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ട് എല്ലാ പലിശയും ഞാനിതാ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ആദ്യമായി എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് കിട്ടാനുള്ള പലിശ ഇനി ആരും നൽകേണ്ടതില്ല, ഞാനത് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇതാ നിങ്ങൾക്ക് മാതൃക നൽകിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാനൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാണല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ അത് പറഞ്ഞ് അത് മാതൃകയാണ് കാണിക്കുകയാണ്. അറഫയിൽ സുബ്ഹാനല്ലാഹ്. പലിശ നോക്കൂ നിങ്ങൾ, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദുരന്തം ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പാവപ്പെട്ടവന്റെ ദൗർബല്യം മനസ്സിലാക്കി പണം കടം കൊടുത്ത് അവസാനം അവൻ താമസിക്കുന്ന അവന്റെ പുരയും അവന് നഷ്ടമാകുന്ന എത്രയോ ഉദാഹരണങ്ങളല്ലേ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. പലിശ വളർന്നാൽ എന്താ ഉണ്ടാകുക? പരസ്പരം സഹായിക്കുക എന്ന മനുഷ്യന്റെ ആ മനസ്ഥിതി ഇല്ലാതാകുകയും അവിടെ ചൂഷണത്തിലേക്ക് അത് വഴിമാറുകയും ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കടം തരേ, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങൾ എന്നെ സാമ്പത്തിക സഹായം കടം തന്ന് സഹായിക്കുകയോ ചെയ്യുക എന്നത് പുണ്യമാണ് ഇസ്ലാമിൽ. അതില്ലാതാകും. മനുഷ്യന്റെ ചിന്ത എനിക്കെന്ത് ലാഭം കിട്ടും, ഞാൻ പണം കൊടുത്താൽ എനിക്കെന്ത് മെച്ചം കിട്ടും എന്ന ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ വഴിമാറി. അങ്ങനെ അവസാനം പലിശ കൊണ്ട് മനുഷ്യൻ ദുരിതം അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പൊ ചില ആളുകളൊക്കെ പറയൽ തുടങ്ങി ഇസ്ലാമിക് ബാങ്കിങ് വരണം, അതാണ് നല്ലത് എന്ന് ജനങ്ങൾ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതൊക്കെ അറഫയിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ്. അതിൽ അവസാനമായി സംക്ഷിപ്തമായി സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത് അവർക്ക് നിർഭയത്വം കൊടുക്കും എന്ന കരാറിലാണ്. ആ വാചകം വല്ലാത്തൊരു വാചകമാണ്. എന്താ പറഞ്ഞ്? നിങ്ങൾ ആ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുള്ളത് എന്തടിസ്ഥാനത്തിലാണ്, എന്ത് കരാറിലാണ്? ബി അമാനത്തില്ല. ആ സ്ത്രീകൾക്ക് നിങ്ങൾ നിർഭയത്വം കൊടുക്കണമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ ഏറ്റെടുത്തിട്ടുള്ളത്. എന്നും ഇസ്ലാമിനെ പഴിചാരലാണ് ചില ആളുകൾക്ക്. ഇസ്ലാമിൽ സ്ത്രീകൾ ചവിട്ടിയമർത്തപ്പെട്ടവരാണ്, അടിച്ചമർത്തപ്പെട്ടവരാണ്, സ്വാതന്ത്ര്യമില്ലാത്തവരാണ്, പർദ്ദക്കുള്ളിൽ തളച്ചിട്ടവളാണ്, അവൾക്ക് അവളുടേതായ ഇച്ഛാ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പഴിചാരുന്ന ആളുകൾ, അവർക്കുള്ള കൃത്യമായ മറുപടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് അവിടുന്ന് പറയാണ്, വ ഇന്ന അലൈഹിന്ന അല്ലാ യൂതിന ഫുർശകും അഹദൻ തക്റഹൂനഹു. ആ സ്ത്രീകൾക്ക് നിങ്ങളോട് പുരുഷന്മാരെ ഒരു ബാധ്യത ഉണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ വെറുക്കുന്ന ഒരാളെയും നിങ്ങളുടെ വീട്ടിൽ അവർ പ്രവേശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ എങ്ങാനും അനുസരണക്കേട് ചെയ്താൽ അവർക്ക് അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കാത്ത നിലക്ക് നിങ്ങൾക്ക് അവരെ ചെറിയ തോതിൽ ഒരു ശിക്ഷ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതവരെ ബുദ്ധിമുട്ടിക്കുന്ന നിലക്കാകരുത്. എന്നിട്ട് പറയാണ്, വലഹുന്ന അലൈക്കും അവർക്ക് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എന്താണ്? മാന്യമായ നിലക്ക് വസ്ത്രവും ഭക്ഷണവും നൽകുക എന്നത് നിങ്ങളുടെ ബാധ്യതയുമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ ഇതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇല്ലേ, വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും സ്ത്രീ സമൂഹത്തെ അള്ളാഹുവിന്റെ റസൂല് ആദരിക്കുകയും അവരോടുള്ള കടപ്പാടും പറയാണ്. ഇത് എപ്പോഴാ പറയണെന്നറിയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഏത് കാലഘട്ടത്തിലായി ഇത് പറയുന്നത്? പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിൽ, പെണ്ണിന് ആത്മാവുണ്ടോ, അവൾ മനുഷ്യനാണോ എന്ന് സംശയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, അനന്തരാവകാശ സ്വത്തിൽ ഒരൽപ്പം പോലും പെണ്ണിന് അവകാശമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, മാത്രമല്ല വേശ്യാവൃത്തിക്ക് പെണ്ണിനെ നിർബന്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, അന്യന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ വേണ്ടി അവളെ നിർബന്ധിപ്പിക്കുകയും അങ്ങനെ കേവലം ഒരു ഉപഭോഗ വസ്തുവായി പെണ്ണിനെ കാണുകയും കണക്കാക്കുകയും ചെയ്തിരുന്ന ഇരുണ്ട യുഗത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ വാങ്ങിയ കരാറ് അവർക്ക് നിർഭയത്വം നൽകണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ പ്രസംഗത്തിൽ അവിടുന്ന് തുടർന്നു പോകുന്നത്.
ഇതൊക്കെയാണ് ആ പ്രസംഗത്തിന്റെ പ്രധാനമായ കണ്ടന്റ്. ഇപ്പൊ നമുക്ക് അറഫ വരില്ലേ വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗത്തിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്താല് അതൊന്ന് വായിച്ചു നോക്കി എടുത്തിട്ട്. ഞാൻ പറയാത്ത പല വിഷയങ്ങളും അതിലുണ്ട്. എല്ലാം പാടെ ഒരു ഖുത്ബയിൽ പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തുമാത്രം വലിയ സുന്ദരമായ മെസ്സേജാണ് അവിടുന്ന് നൽകിയത്. നോക്കൂ നിങ്ങൾ, അതില് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം കൂടി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ ഈക്വാലിറ്റിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരാളാണ്. ആദമിൽ നിന്നാണ് നിങ്ങളെല്ലാം ഉള്ളത്. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ് അക്രമുക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിലേറെ ആദരിക്കപ്പെട്ടവൻ അല്ലാഹനെ സൂക്ഷിക്കുന്നവൻ മാത്രമാണ്. വലൈസ ലി അറബിയ്യിൻ ഫളലുൻ അലാ അജമിയ്യിൻ ഇല്ലാ ബിത്തഖ്വ, അതുകൊണ്ട് അനറബിയേക്കാൾ അറബിക്ക് ഒരു ഫളലുമില്ല തഖ്വ കൊണ്ടല്ലാതെ. അതുകൊണ്ട് ഗോത്രത്തിന്റെ, നാടിന്റെ, അതേപോലെ അതല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രത്യേകത കൊണ്ട്, നിറം കൊണ്ടൊന്നും നിങ്ങൾ ആരും മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനാകുന്നില്ല. അങ്ങനെയുള്ള ദുരഭിമാനമൊന്നും വേണ്ട. നിങ്ങളുടെ റബ്ബേകനാണ്, നിങ്ങളുടെ പിതാവ് ഒരുവനാണ്. നിങ്ങൾക്ക് ഐക്യപ്പെടാനുള്ള മഹനീയമായ സന്ദേശമാണിത്. ഇത് എവിടെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ പറയാറുണ്ട്, പല ഭരണഘടനയുടെയും ആമുഖത്തിൽ സോഷ്യൽ ഈക്വാലിറ്റിയെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ ഏറ്റവും വലിയ ഭരണഘടന എന്നൊക്കെ പറയുന്ന ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ഇന്ന് വർഗവിവേചനവും വർണ്ണവിവേചനവും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ വിശ്വാസികളെ? നമ്മുടെ നാടിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. നമ്മുടെ ഭരണഘടനയിൽ സോഷ്യൽ ഈക്വാലിറ്റി ഉണ്ട്. പക്ഷെ നമ്മുടെ നാടിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും വർഗവിവേചനമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തിനേറെ, നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ അംബേദ്കർ പോലും, അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം പോലും വർഗവിവേചനത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട വേദനാജനകമായ ചരിത്രം സ്വന്തം അനുഭവമായി എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെ, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്ന ലോക പോലീസ് അമേരിക്ക, അവിടെ ഇപ്പോഴും വെള്ളക്കാരനും കറുത്തവർഗക്കാരനും തമ്മിൽ സംഘട്ടനവും സംഘർഷവും ഉണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭരണഘടനകൾക്കും അപ്പുറം അള്ളാഹുവിന്റെ റസൂൽ അത് ലോകത്തോട് പറഞ്ഞു. എന്നിട്ട് ആ ഒരു സന്ദേശമാണ് ഇന്ന് പലപ്പോഴും പല ആളുകളും അത് കോപ്പിയടിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പരിശോധിച്ചു നോക്കൂ. 1948 UN, അതായത് മനുഷ്യാവകാശ പ്രഖ്യാപനം, യുണൈറ്റഡ് നേഷൻസ് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അവരൊരു ഡിക്ലറേഷൻ ഉണ്ട്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഡിക്ലറേഷനിൽ ഈ ഒരു മെസ്സേജ് അവരെഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി, എത്ര മനോഹരമാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബത്തിന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് അവസാനം, വ അൻതും തസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ, ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നാളെ റബ്ബിന്റെ കോടതിയിൽ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ റബ്ബിനോട് എന്താണ് പറയുക? എന്റെ അനുചരന്മാരെ, ഖാലു, അവര് പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗത വ അദ്ദൈത വ നസഹത, ഞങ്ങൾ സാക്ഷി നിന്നിരിക്കുന്നു നബിയെ, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ഗുണദോഷിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നു. അവിടുന്ന് ആകാശത്തേക്ക് കൈവിരൽ ഉയർത്തിക്കൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ, ഇവർ ഈ പറഞ്ഞതിന് നീ സാക്ഷിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അനുചരന്മാരോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, ഇവിടെ ഹാജറില്ലാത്തവർക്ക് ഈ മഹത്തായ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്നവിടുന്ന് വസിയ്യത്ത് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം അവസാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരമായിരുന്നു അത്. ആ അവസാനം പറഞ്ഞ വാചകം പോലും സഹാബത്തെ ഏറ്റെടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോ അവരൊക്കെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് ഈ ദീനിന്റെ പ്രചരണാർത്ഥം അവർ പല നാടുകളിലേക്കും പോയി ഇസ്ലാമിന്റെ പ്രചാരണം നടത്തിയ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഉന്നതമായ ചിന്തകളൊക്കെ ഈ വർഷത്തെ അറഫ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഇത്തരം സന്ദേശങ്ങൾ അത് ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. വിശ്വാസികളെ, നമ്മുടെ ഏറ്റവും പ്രധാനമായ, നമുക്ക് സന്തോഷം പകരുന്ന, നമ്മുടെ മനസ്സുകൾക്ക് കൺകുളിർമ നൽകുന്ന മുസ്ലിമീങ്ങളുടെ രണ്ടാഘോഷങ്ങളിൽ രണ്ടാമത്തെ ആഘോഷമായ ഈദുൽ അദ്ഹയാണ് വരാനിരിക്കുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനമാണത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഅ്ളമൽ അയ്യാമ ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. അല്ലാഹുവിന്റെ അടുക്കൽ, അനുഗ്രഹീതനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിനം അത് യൗമുൻ നഹർ, ബലിദിനമാണ്. ദുൽഹിജ്ജ 10. അപ്പൊ നമ്മൾ ഈ പെരുന്നാൾ ഇങ്ങനെ വരുമ്പോ അത് എല്ലാ വർഷവും വരുന്നതാണ് അല്ലെ? അതല്ലാത്ത അതിന്റെ മഹത്വവും പ്രത്യേകത ഒന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു സന്തോഷമുണ്ട്, അതൊന്നും അല്ലാതെ കേവലം ഒരു യാന്ത്രികമായ വരും പോകലുകളുമാകാതെ വരാനിരിക്കുന്ന ദിവസത്തിന്റെ മഹത്വം നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അതുകൊണ്ട് അന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും കൂടെ നമ്മൾ ശ്രമിക്കണം. നമുക്കറിയാലോ, പുതുവസ്ത്രം ധരിക്കണം ആഘോഷത്തിന്റെ ദിവസങ്ങളിൽ. പുതുവസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ളതും നമുക്കുള്ള ഏറ്റവും പുതിയതായി നിലവിലുള്ള വസ്ത്രം ഏതാണോ നല്ലത്, അത് കുട്ടികൾ മാത്രമല്ല നമ്മളും കൂടെ ധരിക്കുക എന്നത് ആഘോഷത്തിന്റെ ഭാഗമാണ് എന്നതാണ് ഒന്നാമതായി പറയാനുള്ളത്. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, സുഗന്ധം ഉപയോഗിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോരുമ്പോൾ സുഗന്ധം ഉപയോഗിക്കരുത് എന്നാണ് റസൂലിന്റെ നിർദ്ദേശം. അത് അവർക്കുള്ള നന്മയാണ്, അവർക്കുള്ള സുരക്ഷിതത്വമാണ്. കുളിക്കുകയും സുഗന്ധം പൂശുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇസ്ലാമിക വസ്ത്രധാരണം നടത്തിക്കൊണ്ടാണ് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈദ് മുസല്ലയിലേക്കും പള്ളികളിലേക്കും ഒക്കെ വരേണ്ടത്. സ്ത്രീകൾ പ്രത്യേകിച്ച് ഈദല്ലേ എന്ന് വിചാരിച്ച് തോന്നിയ വസ്ത്രധാരണം ഒരിക്കലും നടത്തരുത്. ആഘോഷ ദിവസവും റബ്ബിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കാൻ നിർബന്ധിതരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ വസ്ത്രധാരണം നടത്തിക്കൊണ്ടാണ് ഈദ് ആഘോഷിക്കേണ്ടത്. ഈദ് മുസല്ലയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ഒരു കാര്യം, അവിടുന്ന് പറയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യതഅം. ചെറിയ പെരുന്നാളിനാണെങ്കിൽ വല്ലതും കഴിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് നിസ്കാരത്തിലേക്ക് വരാറുള്ളത്. എന്നാൽ വലാ യതഅമു യൗമൽ അദ്ഹ ഹത്താ യുസല്ലി. എന്നാൽ ഈദ് ദിവസം, ഈദുൽ അദ്ഹ ദിവസം അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിലേക്ക് പോകുന്നത് ഒന്നും കഴിക്കാതെയാണ്. നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു അവിടുന്ന് കഴിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ആ സുന്നത്ത് അനുധാവനം ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പള്ളികളിലേക്കാണെങ്കിലും മുസല്ലയിലേക്കൊക്കെ ആണെങ്കിലും പോകേണ്ടത്. നമ്മൾ മടി കാണിക്കുന്നത്. തക്ബീർ ചൊല്ലിട്ടാണ് നമ്മൾ നടന്നു പോകേണ്ടത്. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൽ ചൊല്ലിയാൽ മതി. നമ്മുടെ വീടുകളിലും നമ്മുടെ നടന്നുപോക്കുകളിലും ഒക്കെ തക്ബീറുകൾ ഉണ്ടാകട്ടെ. പലപ്പോഴും അതൊക്കെ ഇന്ന് ചൊല്ലാൻ പലർക്കും മടിയാണ്. ഇതൊക്കെ ഒരു കുറവായിട്ട് കാണും. നമ്മളെ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം, നമ്മൾ ചൊല്ലണം. അതേപോലെ ഈദ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല. പള്ളികളിൽ നിസ്കരിക്കുന്നവരാ ശ്രദ്ധിക്കേണ്ടത്. അവിടെ തഹിയ്യത്ത് മാത്രമേ ഉള്ളൂ, അതല്ലാതെ ഈദിൻ്റെതായ സുന്നത്തൊന്നുമില്ല. നമ്മുടെ ഈദ് നമസ്കാരം ഇൻഷാ അല്ലാഹ് തൃശ്ശൂര് ഇവിടെ 7:30 നിസ്കാരം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ സമയം എല്ലാവരും കീപ്പ് ചെയ്യാം. തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻവശമാണ് നമ്മുടെ ഈദ് നമസ്കാരം നടക്കുന്നത്. അപ്പൊ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ വൈകി വന്നാൽ നമ്മൾ ആ നിസ്കാരവും അതിന്റെ തെർത്തീബൊക്കെ തെറ്റിപ്പോകും പല ആളുകൾക്കും. അപ്പൊ അതിന് നമ്മൾ അവസരം ഉണ്ടാക്കരുത്. നേരത്തെ ഒരുങ്ങി ആ സമയം കീപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, എല്ലാവരും വരിക. പിന്നെ അതിന് ശ്രദ്ധിക്കേണ്ട, ഉളുഹിയത്ത് നിർവഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. പെരുന്നാൾ ദിവസം തന്നെ ഉളുഹിയത്ത് അറക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, ബലിയറക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും പുണ്യതാണ്. ഏറ്റവും പുണ്യം യൗമുൻ നഹർ എന്നാണ് ദുൽഹിജ്ജ 10 കുറിച്ച് പറയാം. 60 ദിവസം, അതാണ് പുണ്യം. ഇനി അന്ന് നമുക്ക് കഴിയില്ലെങ്കിലോ രണ്ടാമത്തെ ദിവസം അറക്കാം. അതിന് കഴിയില്ലെങ്കിലോ മൂന്നാമത്തെ അയ്യാമത്തെ ശരിക്കിന്റെ ദിനങ്ങളിലൊക്കെ ആവാം. ദുൽഹിജ്ജ 10 തന്നെ നിർബന്ധമല്ല, ഏറ്റവും അഫ്ദൽ അന്നാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് രണ്ടാമത്തെ ദിവസമാണ് സാധാരണ അറക്കാറുള്ളത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ടല്ലോ, തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് 3-ാം ദിവസമായിരിക്കും ഇവിടെയുള്ള അറവ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഉലുഹിയത്ത് നിർവഹിക്കുന്നവർ അവരുടെ തലമുടിയും അതേപോലെ നഖമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് അറവ് കഴിയാതെ നീക്കം ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പെരുന്നാൾക്ക് കുളിക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്നും മുടി നീക്കം ചെയ്യാൻ പാടില്ല. അതെപ്പോഴാണ് വേണ്ടത്?
അറിവ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ നീക്കം ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതെല്ലാം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വരും ദിനങ്ങൾ അനുഗ്രഹീത ദിനങ്ങൾ, അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരെയും നമ്മെയും അവന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബ് മുജീബുദ് ദഅവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.